നമുക്കൊപ്പം അതിഥിയുണ്ട് എന്ന് പറഞ്ഞു. അതിഥി എന്ന് വെച്ചാൽ ഒരുപക്ഷെ തിരുവനന്തപുരത്ത് ഈ കലോത്സവം നടക്കുമ്പോൾ ആദ്യം നമുക്കൊപ്പം ചേരാൻ കഴിഞ്ഞ അദ്ദേഹത്തെ ഓർക്കുമ്പോൾ നമുക്ക് അഭിമാനിക്കാം. കാരണം അദ്ദേഹമാണ് നമ്മുടെ ഈ കലോത്സവ പവലിയനിലേക്ക് നമുക്കൊപ്പം ചേരുന്ന ആദ്യ അതിഥി. സ്വാഭാവികമായും അതിന്റെ ഒരു ഉദ്ഘാടകനാണ് അദ്ദേഹം. അപ്പോൾ ഞങ്ങൾക്ക് വളരെ അഭിമാനമുണ്ട്. അത് തിരുവനന്തപുരത്തിന് മാത്രമല്ല, കേരളത്തിനല്ല, കേരളത്തിന് പുറത്ത് ഭാരതത്തിൽ ആകെയും നമ്മുടെ കലയെ പരിചയപ്പെടുത്തിയ, അതിൻ്റെ അടയാളപ്പെടുത്തലായി മാറിയ ഒരാളാണ് സൂര്യ കൃഷ്ണമൂർത്തി. സ്വാഗതം സാർ. ഈ പ്രഭാതത്തിൽ നമുക്കൊപ്പം ചേർന്നതിനും അങ്ങയുടെ അനുഭവങ്ങൾ, ഓർമ്മകൾ, കലാസ്വാദനമൊക്കെയും പങ്കുവയ്ക്കാൻ ചേർന്നതിൽ ശ്രീ സൂര്യ കൃഷ്ണമൂർത്തി, എന്താണ് ഒരു കലാസ്വാദകൻ എന്ന നിലയിൽ, കലാപ്രവർത്തകൻ എന്ന നിലയിലല്ല, കലാസ്വാദകൻ എന്ന നിലയിൽ അനന്തപുരിയിലേക്ക് വീണ്ടും കലോത്സവം എത്തുമ്പോൾ ഓർമ്മയിൽ വരുന്നത്? ഞാനും പറഞ്ഞോട്ടെ. ഇപ്പോൾ ഈ പ്രധാന വാർത്തകൾ ഞാനും കേൾക്കുകയായിരുന്നു. ഈ പ്രധാന വാർത്തകൾക്കിടയിൽ ഈ കലാകാരന്മാർക്ക് വേണ്ടി നിങ്ങൾ ഇത്രയും സമയം കണ്ടെത്തുന്നത് അതൊരു വലിയ കാര്യം തന്നെയാണ്. കാരണം ഈ കലാകാരന്മാർക്ക് മാത്രമേ നിങ്ങളിപ്പോൾ പറഞ്ഞ പ്രധാന വാർത്തകളിലുണ്ടായ ദുരന്തങ്ങൾ മാറ്റാൻ കഴിയുകയുള്ളൂ. ഒരു പൊളിറ്റീഷ്യനോ ഒരു ക്യാപിറ്റലിസ്റ്റിനോ ഒരു തൊഴിലാളി ട്രേഡ് യൂണിയനോ ഒന്നും പണക്കാർക്കോ ഒന്നും പറ്റില്ല. ചിലങ്ക ആയുധമാക്കിയ കലാകാരനും തൂലിക ആയുധമാക്കിയ എഴുത്തുകാരനും മാത്രമേ ഇതെല്ലാം തിരുത്താൻ പറ്റുള്ളൂ. നിങ്ങളുടെ ഈ പ്രധാന വാർത്തകൾ കേട്ടപ്പോൾ എല്ലാം തന്നെ അതിൽ നെഗറ്റീവാണ്. പക്ഷേ ഇവിടെ വരുമ്പോൾ അത് പോസിറ്റീവാണ്. കലയുടെ കാര്യത്തിൽ വരുമ്പോൾ നിങ്ങളെ അനുമോദിക്കുന്നു. ഇത്രയും സമയം നിങ്ങൾ ഇതിനു വേണ്ടി കണ്ടെത്തുന്നതിനും ഇത്രയും പ്രാധാന്യം ഇതിന് കൊടുക്കുന്നതിനും വളരെ സന്തോഷം. അതായത് ഈ ഇവിടെ എത്തുന്ന കുട്ടികൾ ഒരുപക്ഷെ നാളെ നമ്മൾ എവിടെയൊക്കെയോ കാണാൻ പോകുന്നവരാണ്. പല വേദികളിൽ, പല പദവികളിലൊക്കെയും വളർന്നു വരേണ്ട കുട്ടികളാണ്. ഇപ്പോൾ അങ്ങൊരു നാടക പ്രവർത്തകനാണ് ശരിക്കും. അതാണ് അങ്ങയുടെ അസ്തിത്വം വിശ്വസിക്കുന്നത്. നൃത്തമുണ്ട്, എല്ലാ അങ്ങയെ ഏകോപിപ്പിക്കുന്ന ഒരാളാണ്. പക്ഷേ എങ്കിൽ പോലും നാടകമാണ് അങ്ങയുടെ ജീവൻ. ആ ജീവനാണ് കേരളത്തിൽ വലിയൊരു വളർച്ചയ്ക്ക് വേദിയൊരുക്കുന്നത് നാടകത്തിന്. ഇവിടെ അദ്ദേഹം അങ്ങെത്തുമ്പോൾ ഏറ്റവും അങ്ങേ ആകർഷിക്കുന്നതിനും നാടകമാണ്. നാടകം മാത്രമല്ല, എനിക്ക് അങ്ങനെ ഒരു ഇതില്ല. ഞാൻ നാടകം എഴുതി ഞാൻ എഴുതുന്ന നാടകങ്ങൾ മാത്രമേ ഞാൻ സംവിധാനം ചെയ്യാറുള്ളൂ. അങ്ങനെയാണെങ്കിൽ തന്നെ എനിക്ക് എല്ലാ കലകളും ഒരുപോലെയാണ്, ഒരുപാട്. കാരണം എനിക്ക് ചില കലകളെ നമ്മൾ സൈഡ് ലൈൻ ചെയ്യാറുണ്ട്. ഞാൻ തുറന്നു പറയുകയാണ്, ഇവിടെ സർക്കാർ നടത്തുന്ന അവാർഡ് ദാന ചടങ്ങുകളുണ്ട്. അത് മത്സരം നടത്തി അവാർഡ് നിശ്ചയിച്ച് ഇങ്ങനെ പുരസ്കാരങ്ങൾ കൊടുക്കുന്ന രണ്ട് വിഭാഗത്തിനാണ് സാംസ്കാരിക വകുപ്പ്, ഗവൺമെൻറ്റിൻ്റെ സാംസ്കാരിക വകുപ്പാണ് നടത്തുന്നത്. ഒന്ന് സിനിമകളെല്ലാം എടുത്ത് കാണിച്ച് ജൂറിയുടെ മുമ്പിൽ കാണിച്ച് അവാർഡ് നിശ്ചയിക്കും. ബെസ്റ്റ് ആക്ടർ, ബെസ്റ്റ് ഡയറക്ടർ, അങ്ങനെ പോകും. പിന്നെ ഉള്ളത് നാടകത്തിനാണ്. അപ്പോൾ ഈ നാടകത്തിന് നമ്മുടെ ഇതിൻ്റെ ഒരു റിസൾട്ടെല്ലാം വരുമ്പോഴത്തേക്ക് നമ്മൾ കണ്ടാലറിയാം എന്തൊരു പ്രാധാന്യമാണ് അവാർഡ് ചലച്ചിത്രത്തിൻ്റെ കാര്യത്തിൽ ഗവൺമെൻറ് കൊടുക്കുന്നത്. എന്നിട്ടൊരു ഏറ്റവും നല്ല നടന് കൊടുക്കുന്നത് 1.25 ലക്ഷമോ 1.5 ലക്ഷമോ എന്തോ ആണ്. ഒരു നാടകത്തിൽ വരുമ്പോൾ ഈ ചടങ്ങ് സംഘടിപ്പിക്കാൻ തന്നെ പ്രയാസമാണ്. അതൊരു വഴിപാടായിട്ടങ്ങ് നടത്തി വിടുകയാണ്. എന്നിട്ട് ഈ ബെസ്റ്റ് ആക്ടർ ഇൻ സിനിമ വൈൽ ഹി ഗെറ്റ്സ് 1.5 lakhs or 1 lakh, ഈ നാടക നടന കിട്ടുന്ന 15,000 രൂപയാണ്. അതായത് 7, 8, 10 കോടി വാങ്ങി അഭിനയിക്കുന്ന ആളിന് 1.25 ലക്ഷം രൂപയുടെ അവാർഡ് നൽകുമ്പോൾ സാധാരണ കുടുംബങ്ങളിൽ നിന്ന് വന്ന് വേദിയിൽ അധ്വാനിച്ച് അഭിനയിക്കുന്നവർക്ക് നൽകുന്നത് ഈ തുക. അവർക്ക് വേറെ ഒന്നും അറിയില്ല. അവർക്ക് ഒരു പൈസയും കൊടുത്തില്ലെങ്കിൽ അവർ അഭിനയിക്കും. കാരണം അവർ ആ ഒരു കച്ചവടത്തിന് വേണ്ടിയിട്ടല്ല നാടകം അഭിനയിക്കുന്നത്, നാടിന് വേണ്ടിയിട്ടും അവർക്ക് വേണ്ടിയിട്ടുമാണ്. അങ്ങനെയുള്ളവരെ തഴയുകയാണ്. അപ്പോൾ അതിന് ഒന്നിൽ ആ അവാർഡ് 15,000 ആക്കണം സിനിമയുടെ, അല്ലെങ്കിൽ ഇത് 1 ലക്ഷമാക്കണം. അത് മാത്രമല്ല എനിക്ക് പറയാനുള്ളത്, നമുക്ക് ഈ ആജീവനാന്ത സംഭാവനയ്ക്കുള്ള പുരസ്കാരങ്ങളുണ്ട്. സർക്കാർ തന്നെ കൊടുക്കുന്നത് JC ഡാനിയൽ അവാർഡ് സിനിമയ്ക്കുള്ളതാണ്, 5 ലക്ഷം രൂപയാണ്. SL പുരം അവാർഡ് നാടകത്തിനുള്ളതാണ്, 1 ലക്ഷം രൂപയാണ്. ഇത് സർഗസിദ്ധിക്കുള്ള അവാർഡാണ്. ഇത് എല്ലാം ഒന്നായിരിക്കണം. സ്വാതി തിരുനാളിൻ്റെ പേരിലുള്ള അവാർഡ് അത് 2 ലക്ഷം രൂപയാണ്. ഇങ്ങനെ വരുമ്പോൾ
അതിന് പ്രതികരിക്കാനുള്ള സമയമായി. സിനിമയ്ക്ക് കൊടുക്കുന്ന അമിതമായ പ്രാധാന്യം, അല്ലെങ്കിൽ ക്രിക്കറ്റിന് കൊടുക്കുന്ന അമിതമായ പ്രാധാന്യം നമ്മുടെ കായിക മറ്റുള്ള ഇനങ്ങളെയൊക്കെ കൊന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ സിനിമയ്ക്ക് കൊടുക്കുന്ന ഒരു അമിത പ്രാധാന്യം എനിക്ക് തന്നെ അത്ഭുതമാണ്. സാധാരണ ഇങ്ങനെയുള്ള ഒരു പ്രോഗ്രാമിന് സിനിമാ താരമല്ലാത്ത ഒരാളിനെ നിങ്ങൾ ആദ്യമായിട്ട് എന്തിനു വിളിച്ചു എന്നുള്ളത് സാധാരണ സിനിമാ താരങ്ങൾക്കാണ്. അതൊരു ഫിലിമിൽ തല കാണിച്ചാൽ മതി. അല്ല, അങ്ങൊരു അടയാളപ്പെടുത്തലാണ്. അതുകൊണ്ട് അതിന് ഏറ്റവും അനുയോജ്യന അങ്ങാണ്. അതാണ് ഇപ്പം കറക്റ്റ് ചെയ്യപ്പെടേണ്ടത് എന്ന് തോന്നുന്നു. എനിക്ക് കുട്ടികളോട് പറയാനുള്ളത്, ഇതിൽ പങ്കെടുക്കുന്ന കുട്ടികളോട് പറയാനുള്ളത്, ഇങ്ങനെ ഒരു കലയുടെ മാമാങ്കമോ അല്ലെ കൂട്ടായ്മയോ ലോകത്തിലൊരിടത്തും ഇല്ല എന്നും അതിൽ പങ്കെടുക്കുന്നത് തന്നെ വലിയ ഭാഗ്യമാണെന്നും ആദ്യം അവർ കരുതണം. പിന്നെ അവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് വിദ്വേഷത്തിൻ്റെയും വെറുപ്പിൻ്റെയും മത്സരത്തിൻ്റെയും ഒന്നും വേദിയല്ല. സ്നേഹത്തിൻ്റെയും ആശ്വാസത്തിൻ്റെയും സാന്ത്വനത്തിൻ്റെയും ഒക്കെ വേദിയാവണം. കലയെന്ന് പറയുന്നത് അതാണ്. ഒരമ്മയുടെ താരാട്ട് എത്ര ദിവ്യമാണോ അതുപോലെയാണ് കല. ഒരു കല എന്നത് മത്സരത്തിൽ കൂടി മാറ്റുരച്ച് നോക്കി വിധി നിർണ്ണയിക്കേണ്ട ഒന്നല്ല. അത് കായികമാണ്. അതും നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അതുകൊണ്ട് ഞാൻ ഒരു വലിയ പ്രഖ്യാപനം ഇവിടെ നടത്തും. ഇതിൽ പങ്കെടുത്ത എല്ലാ കുട്ടികളും വിജയികളായി ഞാൻ പ്രഖ്യാപിക്കും. അത് ശരിയാണ്. കാരണം കലോത്സവം എന്നാണ് പേര്. പക്ഷേ വേദിയിൽ നടക്കുന്നത് മത്സരമാണ് കുട്ടികൾ തമ്മിലുള്ള. ശരിക്കും ഇതൊരു മത്സരമാണോ ഉത്സവമാണോ? ഇത് മത്സരമാകാതിരിക്കണം, ഉത്സവമാവണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതിൽ പങ്കെടുത്ത എല്ലാവരെയും വിജയികളായിട്ട് ഞാൻ പ്രഖ്യാപിക്കുന്നു. ഇതിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വരേണ്ടത് നല്ല ഹൃദയവും നല്ല മനസ്സുമുള്ള കലാപ്രതിഭകളാണ്. കുറേ കലാപ്രതിഭകൾ ഉയർന്നു വരണം. റാങ്കും ഗ്രേഡിങ്ങും ഒന്നുമല്ല കാര്യം. നല്ല ഹൃദയം വേണം ഒരു കലാകാരന്, നല്ല മനസ്സ് വേണം ഒരു കലാകാരൻ. ഒരു കലാകാരൻ എപ്പോഴും ജീവിക്കുന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാവണം. ഈ സിനിമയിലോട്ടുള്ള ചവിട്ടുപടി ആകരുത് ഒരു ഇത്, അല്ലെങ്കിൽ പണം സമ്പാദിക്കാനുള്ള ഒരു ഇതല്ല കല. കലയെന്നുള്ളത് ദൈവം കൊടുത്തിട്ടുള്ള ഒരു വരദാനമാണ്. അത് മറ്റുള്ളവർക്ക് വേണ്ടി ഉപയോഗിക്കാനുള്ളതാണ്. അത് നമ്മൾ മനസ്സിലാക്കിയേ പറ്റൂ. ഇപ്പം അതിനെ കച്ചവടം ചെയ്താൽ അയാളെ പിന്നെ കലാകാരനെന്ന് വിളിക്കരുത്, കച്ചവടക്കാരനെന്ന് വിളിക്കണം. ഒരാൾ അയാളുടെ കല വന്നിട്ട് ഞാനിവിടെ വന്ന് പാട്ട് പാടാനോ ഡാൻസ് ചെയ്യാൻ എനിക്ക് 1,00,000 രൂപ തരണം എന്ന് പറഞ്ഞാൽ അന്ന് മുതൽ അയാൾ കച്ചവടക്കാരനാണ്, കലാകാരനല്ല. പക്ഷെ എൻ്റെ അമ്മ പാടുമ്പോഴേ, താരാട്ട് പാടുമ്പോൾ എനിക്ക് ഇരുട്ട് വലിയ പേടിയായിരുന്നു പണ്ട് കുഞ്ഞുനാളിൽ, 1 വയസ്സോ 2 വയസ്സൊക്കെ ഉള്ളപ്പോൾ. അമ്മ എന്നെ ഇരുട്ടിൽ കൊണ്ടുപോയി ഇരുത്തിയിട്ട് അർജുനൻ, ഫൽഗുനൻ, പാർത്ഥൻ, വിജയൻ എന്ന് പാടും. അമ്മയ്ക്ക് പാട്ടിൻ്റെ ഒന്നും അറിയില്ല. സ്വരമെന്ന് പറഞ്ഞാൽ എന്താ അറിയില്ല, ശ്രുതി എന്ന് പറഞ്ഞാൽ അറിയില്ല, ഒന്നും അറിയില്ല. പക്ഷെ അമ്മ പാടിയ ആ പാട്ടാണ് ഏറ്റവും ദിവ്യമായ പാട്ടെന്ന് ഞാൻ കരുതുന്നു. കാരണം അമ്മ തിരികെ ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല പാടുന്നത്. അങ്ങനെയുള്ള എത്രയോ പേരുണ്ട് നമ്മുടെ ഇടയിൽ. തൻ്റെ കല മറ്റുള്ളവർക്ക് ആശ്വാസമാകുന്ന രീതിയിൽ പ്രവർത്തിക്കുന്നവർ. അതിൽ മറ്റൊരു സന്ദേശം കൂടി ഉണ്ടല്ലോ. ഇരുട്ടിൽ കൊണ്ടിരുത്തിയായിരുന്നു ആ പാട്ട് പാടിയിരുന്നത്. ഇരുട്ടിനെ ഭയമുള്ള ഒരു കുട്ടിയായിരുന്നപ്പോൾ തന്നെ. അതുപോലെ തന്നെ ഇന്നും നമ്മുടെ കുട്ടികൾക്ക് പരാജയത്തെ ഭയങ്കര ഭയമാണ്. അവർക്ക് ആ പരാജയത്തിലേക്ക് എത്തുമ്പോൾ വലിയ മാനസിക സമ്മർദ്ദം ഉണ്ടാകുന്ന ഒരു കാര്യവും കൂടിയുണ്ട്. അതിനെ അതിജീവിക്കാനും കൂടി കുട്ടികൾ സ്കൂളുകളിൽ നിന്ന് തന്നെ പഠിക്കണം. ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരെണ്ണമാണ്. അവർ ടെൻഷൻ കാരണം. ഇത് ഈ കാര്യത്തിൽ മാത്രമല്ല, മെഡിക്കൽ കോളേജിലെ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് കോളേജിൽ അഡ്മിഷൻ ടെസ്റ്റ് എഴുതുമ്പം അത് കിട്ടിയില്ലെങ്കിൽ എന്താകും എന്നുള്ളൊരു ഇതുണ്ട്. എനിക്ക് 26 കൊല്ലങ്ങൾക്ക് മുമ്പ് ഒരു ഹാർട്ട് സർജറി നടത്തിയിരുന്നു. 26 കൊല്ലങ്ങൾക്ക് മുമ്പ് എന്നോടൊപ്പം ഉണ്ടായിരുന്നതെല്ലാം സ്റ്റുഡൻസാണ്. ആ വാർഡിൽ 8 ഓപ്പറേഷൻസാണ് ഒരുമിച്ച് നടത്തുന്നത്. ഡോക്ടർ KM ചെറിയാൻ. അതിൽ 7 പേരും സ്റ്റുഡൻസാണ്. മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടുമോ ഇല്ലയോ എന്ന് പേടിച്ച് ടെൻഷനായിട്ട് ഹൃദയത്തിൻ്റെ പ്രോബ്ലം വന്നവരാണ്. എനിക്ക് വന്നത് ക്രിയേറ്റീവ് ടെൻഷനാണ്. എൻ്റെ ഒരു നാടകമോ എൻ്റെ ഒരു മെഗാ ഷോയോ എൻ്റെ ഒരു ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോയോ അവതരിപ്പിക്കുമ്പോൾ എനിക്കുണ്ടാകുന്ന ടെൻഷൻ അന്നുള്ളത് ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ട് അദ്ദേഹം നേരത്തെ ചെയ്തതാണ്. പക്ഷേ ഈ കുട്ടികളാണ് എൻ്റെ കൂടെ ഒപ്പം കിടന്നതെന്ന് പറയുമ്പോൾ വിശ്വസിക്കാൻ പ്രയാസമാണ്. അത്രയ്ക്ക് ടെൻഷനാണ്. അത് മാതാപിതാക്കളാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. അധ്യാപകരും ശ്രദ്ധിക്കണം. അവർക്ക് ഒരുപാട് പേരുണ്ട്. ഇവർ ഇതില്ലെങ്കിൽ വേണ്ട, മെഡിക്കുന്നില്ലെങ്കിൽ വേണ്ട, മെഡിസിൻ ഇല്ലെങ്കിൽ വേണ്ട, വേറൊന്നിന് പോകാം എന്നുള്ളൊരു ഇത് കൊടുക്കുന്നില്ല. ശരി, ചിലർ ഈ മൈക്ക് കൈ കിട്ടുമ്പോൾ കലയെ വല്ലാതെ സ്നേഹിക്കുന്നവരാണ്. പക്ഷെ അങ്ങനെയല്ല എന്നെനിക്ക് മനസ്സിലാവും. കാരണം എൻ്റെ നാട്ടുകാരനായ അരുൺനാഥ് അങ്ങയുടെ പ്രിയപ്പെട്ട ശിഷ്യനാണ്. 100 നാവാണ് ഞങ്ങൾ തമ്മിൽ സംസാരിക്കുമ്പോൾ
അദ്ദേഹം എപ്പോഴും സൂര്യ കൃഷ്ണമൂർത്തി എന്ന വാക്ക് പറയുമ്പോൾ തന്നെ അതിലൊരു ആദരവ് ഒളിപ്പിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ഈ കലാകാരന്മാരെ ഇത്രമേൽ ചേർത്ത് പിടിക്കുന്നത്? ഞാനൊരു വ്യത്യാസമില്ല, ഞങ്ങൾ ഒരുമിച്ച് ഒരു ടീം വർക്കായിട്ടാണ് പോകുന്നത്. എപ്പോഴും എല്ലാ കാര്യത്തിലും ഒരു ടീം വർക്കാണ്. ഇപ്പം നാടകം ഞാൻ എഴുതിയാൽ എൻ്റെ ഒരു സംഭാഷണം തന്നെ അവർ ഉരുവിടണം എന്നില്ല. അവർക്ക് ദേ ക്യാൻ ഓൾവേസ് മോഡിഫൈ ഇറ്റ്. അവരുടെ സൗകര്യം അനുസരിച്ച്, അവരുടെ നാക്കിനനുസരിച്ച് മാറ്റാവുന്ന വിധത്തിൽ മാറാം. അവരുടെ അഭിപ്രായങ്ങൾ ഞാൻ ചോദിച്ച് മാറ്റാറുണ്ട്. അങ്ങനെ ഒരു കൂട്ടായ്മയുടെ പുറത്ത് പോകുന്നതുകൊണ്ടായിരിക്കും. പിന്നെ ഏറ്റവും വലുത് എന്ന് പറയുന്നത് സ്നേഹമാണ്. നമ്മളെ സ്നേഹിക്കുക എന്നുള്ളതാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഈ കല എന്ന് പറയുന്നത് സ്നേഹമാണ് എന്നുള്ളത്. ശരി, ഏതായാലും വലിയൊരു അനുഭവമാണ് ഈ 10 മിനിറ്റുകൾ നമുക്ക് സമ്മാനിച്ചത്. നോക്കൂ, ഒരു കലോത്സവ വേദിയിലേക്ക് വന്ന് ഒരാളിങ്ങനെ ഒരു വലിയ ഫ്രെയിം നോക്കുകയാണ്. പക്ഷെ അദ്ദേഹം ഈ കാര്യങ്ങളെല്ലാം ഒറ്റയ്ക്ക് ചെയ്ത് തിരുവനന്തപുരത്ത് വർഷാവർഷം വലിയ വലിയ ഫെസ്റ്റിവലുകൾക്ക് ആതിഥേയത്വം വഹിക്കുന്ന ഒരാളാണ് സൂര്യ കൃഷ്ണമൂർത്തി സാർ. കലയുടെ അടയാളപ്പെടുത്തലാണ് അത്. തിരുവനന്തപുരം രാജ്യത്തിന്, ലോകത്തിന് സമ്മാനിച്ച അടയാളപ്പെടുത്തലാണ്. ഈ നിമിഷം അങ്ങ് ഞങ്ങൾക്കൊപ്പം ചേർന്നതിൽ ഞങ്ങൾ അഭിമാനിക്കുന്നു. വളരെ പ്രാർത്ഥനാ നിർഭരമായ ഒരു തുടക്കമായി ഞങ്ങൾ ഇതിനെ കാണുകയും ചെയ്യുന്നു. നന്ദി സൂര്യകൃഷ്ണൻ. ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ, നല്ല കവറേജ് ചെയ്യാൻ സാധിക്കട്ടെ. ഇതിലൂടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നല്ല ഹൃദയവും നല്ല മനസ്സുമുള്ള കലാപ്രതിഭകൾ ഉയർന്നു വരാൻ അവസരമൊരുക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ.